ഞാൻ ലിപില്ലി. അപ്പം ഞാനിന്നിപ്പോൾ അതായത് കാത്തിരുന്ന പടം കളങ്കാവൽ, മമ്മൂക്കയുടെ പ്രതിനായക വേഷം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം ഇതിൽ വില്ലനായിട്ടാണ് മമ്മൂക്ക അഭിനയിച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ നടനായിട്ടും, നടനല്ല ഒരു പോലീസുകാരനെ മറ്റേ നായകനായിട്ട് മറ്റേ വിനായകൻ. അതെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ ഒരു കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വിനായകൻ ഇതിൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുപോയി നിർത്തിക്കുന്നത് അങ്ങനെയാണ്, ക്ലൈമാക്സിൻ്റെ അവസാനം കൊണ്ടുപോയി നിർത്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അങ്ങനെയാണ് നിർത്തിക്കണ പടം. അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് പടത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെടാത്തതല്ല, ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി, അത് നമുക്കിപ്പോൾ പ്രതിനായക അതായത് വില്ലനായിട്ട് വന്നത് അത്രയ്ക്കും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മളെപ്പോഴും മമ്മൂക്കനെ കാണുമ്പോൾ ഒരു നായകൻ, അങ്ങനെയാണ് ഒരു നായകൻ. പിന്നെ ഇതിൽ പല കാരണങ്ങളും വ്യക്തമല്ല ഈ പടത്തിൽ. അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം മമ്മൂക്ക എന്തിനത് ചെയ്തു, എന്തിനാണ് ചെയ്യണേ, അതൊന്നും പറയല്ല. കാരണം ഒറ്റ ഡയലോഗ് മാത്രം, വിനായകൻ്റെ ഒരു ഒറ്റ ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം നമ്മൾ എന്തുകൊണ്ടാണ് മമ്മൂക്ക ഇത് ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ള ഒരു കാര്യം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അവസാനം നിർത്തിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഇൻട്രോ പോലെയാണ് അത് നിർത്തിക്കുന്നത്. ചിലപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഹെഡ്ഫോൺ ഒന്നുമില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. കാരണം സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സെക്കൻഡ് പാർട്ടിനുള്ളത്. കാരണം അതിൻ്റെ ക്ലൈമാക്സ് നിർത്തിയപ്പോൾ നമുക്ക് അല്ല ഞാൻ പറയല്ല, ക്ലൈമാക്സ് കാട്ടുന്നത് എങ്ങനെയാണ്. പിന്നെ ഈ പടത്തിൽ ഇഷ്ടപ്പെടാത്ത, ഈ പടത്തിൽ എന്താ പറയാ, വിനായകന്റെ കുറേ ക്യാരക്ടർ, അതായത് അപ്പൊ പറഞ്ഞ പോലെ വിനായകന്റെ ക്യാരക്ടർ അതെനിക്ക് എന്തോ ഒരു രസമായിട്ട് തോന്നിയില്ല. കാരണം പല ഡയലോഗും പുള്ളി പറയുന്നത്, ഡയലോഗ് ഇപ്പം പുള്ളി നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് കേസ് അന്വേഷണം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഡയലോഗ് നമുക്ക് കേൾക്കുമ്പോൾ ഒരാൾ ഈ കുറച്ച് ഡയലോഗ് എഴുതി വായിക്കൂലേ, ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കി വായിക്കണ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. കാരണം ആ സംസാരത്തിൻ്റെ സ്ലാങ് ആണോ കാര്യങ്ങളാണോ എന്ന് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നി. കാരണം എങ്ങനെ ഇപ്പോൾ പറയും, നാടകങ്ങൾക്കൊക്കെ ഡയലോഗ് അറിയില്ലേ, എനിക്ക് അതേപോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് തോന്നി. പിന്നെ വിനായകൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കിട്ടില്ല തന്നെ. അതായത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ പറയുമ്പോൾ അതാണ് നിൽക്കട്ടെ. എന്തായാലും അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം വിനായകൻ്റെ ആ ഡയലോഗ് ഡെലിവറി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് ഒരു ഇതാണ്. പിന്നെ ഈ പടത്തിൽ അങ്ങനെ ഒരു ഒറ്റ പാട്ട് പോലും ഇല്ല. കാരണം പാട്ടിനുള്ളൊരു സ്പേസ് ഇല്ല പടത്തിൽ. കാരണം ഇത് ചറവറ കുറേ പേരെ കൊല്ലണു. അത് എന്തിനാണോ ഇത്, അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് കാരണം ഇതിലൊന്നും കാട്ടല്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൽ കാണുമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ വേറെ ഒന്നുമില്ല. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം, അത് എന്തോ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. എനിക്ക് പറ്റിയില്ല. കാരണം നമ്മൾ മമ്മൂക്കയുടെ പടം കാണാൻ പോകുമ്പോൾ അതിൽ നായകൻ കാര്യം അവിടെ ജയിക്കുന്ന നായകൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വന്നേക്കണേ. അതുകൊണ്ട് തന്നെ അവിടെ എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. പടം എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ, കൂടുതൽ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, അതായത് ബാക്കിയുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അത്രേ ഉള്ളൂ. കാരണം രണ്ടാമത് കാണാനുള്ളൊരു പടം ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. കാരണം മടുക്കും, അതാണ് എനിക്ക് മടുക്കും. ശരിക്കും മടുക്കും. ഒന്നാമതിനെ നമുക്കിതിലെ പ്രതിനായകൻ, അത് ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ മടുക്കാൻ, പിന്നെ എന്തായിക്കോട്ടെ. എന്തായാലും പടം ഒരു തവണ ഒരു തിയേറ്ററിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സിനിമ ഉണ്ട് കേട്ടോ. കാരണം മമ്മൂക്ക പ്രതിനായകനായിട്ട് ആദ്യത്തെ ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വില്ലനായിട്ട് പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇൻ്റർവെല്ലിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു കിടിലൊരു ട്വിസ്റ്റ്, കിളി പാറി, ശരിക്കും കിളി പാറുന്ന ഒരു ട്വിസ്റ്റാണ് ആ ഫസ്റ്റ് ഹാഫിൽ ഉള്ളത്. അത് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഇൻ്റർവെല്ലിൻ്റെ തുടക്കത്തിൽ ഉള്ള ഒരു ട്വിസ്റ്റ് ഗംഭീരം. അതൊക്കെ എഴുതി വെച്ചപ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. പിന്നെ കഥയുടെ പോക്കും അതും ഇതും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. കാരണം അവസാനം ഒരു രക്ഷപ്പെടലും, കാരണം എന്താണ് ഇതിൻ്റെ കാരണവും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ അതൊന്നും ഉണ്ടായില്ല. എന്തായാലും
അത് സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമാണ് കളങ്കാവൽ. വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ അഭിപ്രായങ്ങൾ പലതും പലതാവട്ടോ. കാരണം ചിലവരൊക്കെ ഇതിനിപ്പോൾ നല്ല അഭിപ്രായം പറയുന്നവരുണ്ടാവും, എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ കൂടുതലൊന്നുമില്ല, ഇത്രയുള്ള എന്തായാലും കാണാനുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഒരു വൺ ടൈം വാച്ചുകൾ മൂവി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാം. എന്തായാലും നല്ലൊരു പടം, അങ്ങനെ വേണം പറയാൻ.